ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംരക്ഷിക്കുന്ന കർത്താവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 52 അധ്യായം 12 വാക്യം. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങളുടെ പിൻകാവലായിരിക്കും. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ വാഗ്ദാനം. നമ്മെ സംരക്ഷിക്കുന്ന കർത്താവാണവൻ. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ മേൽച്ചിറക് വിരിച്ച് അവയെ കാക്കുന്നത് പോലെ അവൻ നിങ്ങളെ സംരക്ഷിക്കും. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾക്കടിയിൽ ശേഖരിച്ച് അവയെ സംരക്ഷിക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ചെങ്കടലിന്റെ തീരത്ത് കർത്താവ് ഇസ്രായേൽ ജനത്തെ എങ്ങനെ സംരക്ഷിച്ചുവെന്ന് പരിഗണിക്കുക. അവരുടെ മുൻപിൽ വിശാലമായ ചെങ്കടൽ അതിൻ്റെ അലറുന്ന തിരമാലകളാൽ നിറഞ്ഞിരുന്നു. അവരുടെ പിന്നിൽ മിസ്രൈമ്യ സൈന്യങ്ങൾ ഉഗ്രമായ വേട്ട നായ്ക്കളെ പോലെ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അവർ എവിടെ നോക്കിയാലും അപകടവും ദുരിതവും ഉണ്ടായിരുന്നു. ആ നിമിഷം കർത്താവ് മോശയോട് തൻ്റെ കയ്യിലുള്ള വടി ചെങ്കടലിലേക്ക് നീട്ടാൻ പറഞ്ഞു. എന്തൊരു അത്ഭുതകരമായ കാഴ്ച! കടൽ രണ്ടായി പിളർന്നു. ഒരു പാത പ്രത്യക്ഷപ്പെട്ടു. വരണ്ട നിലത്ത് നടക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾ അതിലൂടെ സന്തോഷത്തോടെ നടക്കാൻ തുടങ്ങി. എന്നാൽ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ മിസ്രൈമ്യ രഥങ്ങളും കുതിരകളും സൈന്യങ്ങളും തങ്ങളെ പിന്തുടരുന്നത് അവർ കണ്ടു. ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കടൽ ഇരുവശത്തും ഉണ്ടായിരുന്നു. ഓടാൻ സ്ഥലമില്ലായിരുന്നു. എന്നിട്ടും ആ സാഹചര്യത്തിലും അവരെ സംരക്ഷിക്കാൻ കർത്താവിന് കഴിഞ്ഞു. അതുവരെ കർത്താവിന്റെ ദൂതൻ ഇസ്രായേലിന് മുൻപായി പോയിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ അവരുടെ പിന്നിലേക്ക് നീങ്ങി. അവരെ നയിച്ചിരുന്ന മേഘസ്തംഭവും അവരുടെ സംരക്ഷണത്തിനായി പിന്നിലേക്ക് നീങ്ങി. അത് ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചം നൽകി. പക്ഷെ അത് ഫറവോന്റെ സൈന്യത്തിന് ഇരുട്ട് കൊണ്ടുവന്നു. അങ്ങനെ കർത്താവ് ഇസ്രായേലിനെ മുന്നിലും പിന്നിലും സംരക്ഷിച്ചു. ദൂതനും മേഘസ്തംഭവും അവരുടെ പരിചയമായി നിന്നു. ആ അത്ഭുതകരമായ കർത്താവ് ഇന്നും മാറിയിട്ടില്ല. അവൻ നിങ്ങളുടെ പിതാവല്ലേ? നിങ്ങൾ അവന്റെ മക്കളല്ലേ? അവൻ നിങ്ങളെ അതേ രീതിയിൽ സംരക്ഷിക്കും. എത്ര ദുഷ്ടന്മാർ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും വിഷമിക്കേണ്ട. പലരും നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയാലും നിരാശപ്പെടരുത്. ഒരു പിതാവ് തന്റെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും വരുമ്പോഴെല്ലാം സങ്കീർത്തനം 121 എടുത്ത് പ്രാർത്ഥനാപൂർവം വായിക്കുക. കർത്താവ് നമുക്ക് അവിടെ എത്ര വിലയേറിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 121 അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് നിന്റെ കാവൽക്കാരൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. ദൈവമക്കളെ, ഈ വിശ്വാസത്താൽ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 46 അധ്യായം 1 വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 16, 17, 18 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 17 അധ്യായം 20 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.